ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ വേരിയൻസ് അനാലിസിസ് 1 by 1 ആയിട്ട് ഓരോ വേരിയൻസും എടുത്തിട്ട് നമ്മൾ സിമ്പിൾ വേരിയൻസ് കണ്ട ഓരോ വേരിയൻസും എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. ആദ്യം നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽസിലുള്ള വേരിയൻസ് ആണ്. നമുക്കിപ്പോൾ അറിയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽസിന് ടോട്ടൽ ഉണ്ടായ വേരിയൻസ് എത്രയാണ്? 70,000 അഡ്വേഴ്സ് ആണ്. ആ 70,000 അഡ്വേഴ്സ് എങ്ങനെ വന്നത്? ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആക്ച്വൽ പ്രൊഡക്ഷൻ ആയിട്ടുള്ള 56,000 ഉണ്ടല്ലോ, ആ ആക്ച്വൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മെറ്റീരിയൽ കോസ്റ്റ് വരേണ്ടത് 2240 ആണ്. ബട്ട് വന്നത് എത്രയാ? 2310. അതുകൊണ്ട് അതിന്റെ ഡിഫറൻസ് ആയിട്ടുള്ള 70,000 ആണ് നമ്മുടെ ടോട്ടൽ മെറ്റീരിയൽ വേരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ടോട്ടൽ ഡയറക്റ്റ് മെറ്റീരിയലിലെ വേരിയൻസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് ഞാനിങ്ങനെ പറഞ്ഞുതരാം ആ ഒരു ടോട്ടൽ വേരിയൻസിന്റെ സ്പ്ലിറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. നമ്മൾ ഇപ്പോ ഇവിടെ ഒരു ടേബിൾ കാണുവാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു ടേബിളിൽ 3 കോളംസ് ഉണ്ട്. നമ്മുടെ ഇനീഷ്യലി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റഡ് ആക്ടിവിറ്റി ലെവൽ, അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ടുള്ള ഫിക്സഡ് ബഡ്ജറ്റ് ഉണ്ട്. അതിലുള്ള കുറച്ച് ഡാറ്റാസ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ആക്ച്വൽ റിസൾട്ടുകൾ ഉണ്ട്, ആക്ച്വലി എത്രയാണ് എന്നുള്ള ആക്ച്വൽ റിസൾട്ട് ഉണ്ട്, ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ പറയുകയാണ് നമ്മുടെ സെയിം ഡാറ്റ വെച്ചിട്ട്. നമുക്ക് ആദ്യം അറിയേണ്ടത്, ആദ്യം നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഫിക്സഡ് ബഡ്ജറ്റ് ആണ്. ഫിക്സഡ് ബഡ്ജറ്റിൽ നമുക്ക് അറിയുന്നത്, നമ്മൾ ഇനീഷ്യലി ഫിക്സഡ് ബഡ്ജറ്റ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ബഡ്ജറ്റഡ് യൂണിറ്റ്സിലേക്കായിരുന്നു. നമ്മൾ ഇനീഷ്യലി ബഡ്ജറ്റ് ചെയ്ത യൂണിറ്റ്സ് എത്രയായിരുന്നു? പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണ് കേട്ടോ ഇനി എടുക്കേണ്ടത്. മെറ്റീരിയൽസിന്റെ വേരിയൻസ് പറയുന്നത് കോസ്റ്റിന്റെ വേരിയൻസ് ആണ്, മെറ്റീരിയൽ കോസ്റ്റിന്റെ വേരിയൻസ് ആണ്. മെറ്റീരിയൽ കോസ്റ്റ് അറൈസ് ആവുന്നത് എങ്ങനെയാ? സെൽ ചെയ്ത യൂണിറ്റ്സിലേക്കാണോ പ്രൊഡക്ഷൻ ചെയ്ത യൂണിറ്റ്സിലേക്കാണോ? നമ്മൾ സെൽ ചെയ്ത യൂണിറ്റ്സിനല്ല നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത്, പ്രൊഡക്ഷൻ ചെയ്ത യൂണിറ്റ്സിലേക്കാണ്. നമ്മൾ ഇനീഷ്യലി ബഡ്ജറ്റ് ചെയ്തത് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനാ? ഇറ്റ്സ് കറക്റ്റ്. എത്രയാ? 55,000 യൂണിറ്റ്സ് ആയിരുന്നു നമ്മുടെ ഇനീഷ്യലി ബഡ്ജറ്റ് ചെയ്ത യൂണിറ്റ്സ് വരുന്നത്. ഇനീഷ്യലി ബഡ്ജറ്റ് ചെയ്ത യൂണിറ്റ്സ് എത്രയായിരുന്നു? 55,000 യൂണിറ്റ്സ് ആയിരുന്നു. ദാറ്റ്സ് ദ ബഡ്ജറ്റഡ് യൂണിറ്റ്സ്. ആ ബഡ്ജറ്റഡ് യൂണിറ്റ്സിലേക്കാണ് നമ്മുടെ ബഡ്ജറ്റഡ് മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ആക്ച്വൽ റിസൾട്ട് എന്തായിരുന്നു? ആക്ച്വൽ റിസൾട്ട് ആക്ച്വൽ യൂണിറ്റ്സ് ആയിരുന്നു. ആക്ച്വലി നമ്മൾ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തത്? ഓക്കെ, ബഡ്ജറ്റ് ചെയ്തത് 55,000 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷൻ. ആക്ച്വലി എത്രയാണ് പ്രൊഡക്ഷൻ? 56,000 യൂണിറ്റ്സ് നമ്മൾ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ AU വരുന്നത് 56,000 യൂണിറ്റ്സ് ആണ്. അങ്ങനെ ആക്ച്വലി വന്ന മെറ്റീരിയൽ കോസ്റ്റ് എത്രയാ? ആക്ച്വലി വന്ന മെറ്റീരിയൽ കോസ്റ്റ് എത്രയാ? ആക്ച്വലിന്റെ അണ്ടറിൽ പോയി കഴിഞ്ഞാൽ ആക്ച്വലി വന്ന മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ്? 2310 ആണ്. 2310 ആണ് ആക്ച്വലി വന്ന മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത്. ആക്ച്വലി വന്ന മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ്? 2310 ആണ്. ഇനി ബഡ്ജറ്റഡ് മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് കുറച്ച് സ്പ്ലിറ്റപ്പ് ആയിട്ട്, നമുക്ക് ജസ്റ്റ് ആ ഒരു ഫൈനൽ ഫിഗേഴ്സ് മാത്രം പോരാ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ആണല്ലോ. അപ്പൊ ആ ഒരു ടോട്ടൽ ഫിഗേഴ്സും അതെങ്ങനെ വന്നു എന്നുള്ളതിന്റെ സ്പ്ലിറ്റപ്പ് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മാത്രമാണ് നമുക്ക് ഇൻ ബിറ്റ്വീനിൽ ആ ഒരു ചേഞ്ച് വന്നിട്ടുള്ള എന്തിൽ ചേഞ്ച് വന്നതുകൊണ്ടാണ് ആ വേരിയൻസ് റൈസ് ആയത് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഡ്ജറ്റഡ് യൂണിറ്റ്സ് 55,000, ആക്ച്വൽ യൂണിറ്റ്സും ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ബഡ്ജറ്റഡ് യൂണിറ്റ്സ് നമ്മുടെ 55,000 ആണ്. ഈ മെറ്റീരിയലിന്റെ കോസ്റ്റ് എങ്ങനെയാണ് ഇൻകർ ആവുന്നത്? ഒരു യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ ഇത്ര ഇൻകർ ആവുന്നു എന്നുള്ളതാണ്. ബട്ട് ആ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഓരോ യൂണിറ്റും മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ യൂണിറ്റിലേക്ക് നമ്മൾ മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിക്സഡ് ബഡ്ജറ്റ് ഒക്കെ ബേസ്ഡ് ഓൺ സ്റ്റാൻഡേർഡ്സ്. നമ്മൾ സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ആയിട്ടുള്ള സ്ക്വിഡ്ജറ്റ് ഇല്ലേ, ആ സ്ക്വിഡ്ജറ്റിന് സ്റ്റാൻഡേർഡ് പ്രകാരം ആ മെറ്റീരിയൽസിന്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റിന്റെ മെറ്റീരിയൽസിൽ നോക്കുന്ന സമയത്ത് എന്താണ് വരുന്നത്? സ്റ്റാൻഡേർഡ് പ്രകാരം മെറ്റീരിയൽസ് എത്രയാ? ഒരു യൂണിറ്റിന് 2 കിലോഗ്രാം. അതിനെയാണ് SQ പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ SQ പെർ യൂണിറ്റ് ഒന്ന് എഴുതി വെക്കാം. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി പെർ യൂണിറ്റ് എത്രയാ? 2 കിലോഗ്രാം ആണ്. സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു യൂണിറ്റിന് 2 കിലോഗ്രാം ആണ്. അങ്ങനെ നമ്മൾ എത്ര യൂണിറ്റ് ആണ് ബഡ്ജറ്റ് ചെയ്തത്? 55,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 55,000 യൂണിറ്റ്സിലേക്കുള്ള ക്വാണ്ടിറ്റി എത്രയാ? 55,000 യൂണിറ്റ്സിലേക്കുള്ള ക്വാണ്ടിറ്റി എത്രയാ? ഒരു യൂണിറ്റിന് 2 കിലോഗ്രാം ഇൻറ്റു 55,000 നമ്മുടെ ബഡ്ജറ്റഡ് യൂണിറ്റ്സ് കേട്ടോ. ബഡ്ജറ്റഡ് യൂണിറ്റ്സിലേക്ക് എത്രയാ? 1,10,000 കിലോഗ്രാം. ഓക്കെ, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി എന്നാ പറയുന്നത്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് BQ. BQ is ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി. നമ്മൾ ഇനീഷ്യലി ബഡ്ജറ്റ് ചെയ്ത ക്വാണ്ടിറ്റി ആണ് 1,10,000. നമ്മൾ ബഡ്ജറ്റ് ചെയ്ത പ്രൊഡക്ഷൻ ആയിട്ടുള്ള 55,000ലേക്ക്
സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു യൂണിറ്റിന് SQ പെർ യൂണിറ്റ് 2 കിലോഗ്രാം, അങ്ങനെ 2 കിലോഗ്രാം പെർ യൂണിറ്റ് ഇൻറ്റു 55,000 നമ്മുടെ ബഡ്ജറ്റഡ് യൂണിറ്റ്സ്, അതിനെയാണ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി 1,10,000. പിന്നെ നമുക്കറിയുന്ന കോസ്റ്റ് ആ ഒരു മെറ്റീരിയലിന്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ്. മെറ്റീരിയലിന്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് SP നമുക്കറിയാം എത്രയാ, $20 പെർ കിലോഗ്രാം. $20 പെർ കിലോഗ്രാം. SP എത്രയാ, $20 പെർ കിലോഗ്രാം. അങ്ങനെ ടോട്ടൽ എത്രയാ, 55,000 യൂണിറ്റ്സിലേക്ക് 2 കിലോഗ്രാം വെച്ചിട്ട് 1,10,000 കിലോഗ്രാം. ആ 1,10,000 കിലോഗ്രാം ആയിരുന്നു നമ്മുടെ ഫിക്സഡ് ബഡ്ജറ്റ്. അത്രയും ക്വാണ്ടിറ്റി ആയിരുന്നു. ദാറ്റ് ഇൻറ്റു എത്രയാ, 20 പെർ കിലോഗ്രാം. ഇങ്ങനെ 2,200 ആണ് നമ്മുടെ ബഡ്ജറ്റഡ് മെറ്റീരിയൽ കോസ്റ്റ്. ഓക്കെ, നമ്മുടെ ആ ഒരു ടേബിൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റഡ് മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ടുള്ള 2,200 വന്നത് എങ്ങനെയാണെന്നാണ് ഞാനിങ്ങനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ട് കാണിച്ചിട്ടുള്ളത്. 2,200 നമ്മുടെ ഏത് ബഡ്ജറ്റ്, ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് അല്ല കേട്ടോ, ഫിക്സഡ് ബഡ്ജറ്റ് മെറ്റീരിയൽ കോസ്റ്റ് എത്രയാ, 2,200 ആണ്. ഇനി ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ് വന്നത് എത്രയാ, ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ് വന്നത് 2,310. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടാണോ നമ്മുടെ മെറ്റീരിയൽ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക? മെറ്റീരിയൽ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫിക്സഡ് ബഡ്ജറ്റിലെ മെറ്റീരിയൽ കോസ്റ്റും ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റും കമ്പയർ ചെയ്തിട്ടാണോ? അല്ല, അങ്ങനെയല്ല നമ്മൾ കമ്പയർ ചെയ്യാൻ. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഈ ഫിക്സഡ് ബഡ്ജറ്റ് ഇസ് ഫോർ 55,000 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ. ഇവിടെ ആക്ച്വലി എത്ര പ്രൊഡ്യൂസ് ചെയ്ത്, 56,000. അപ്പൊ അത് ആ വോളിയം സെയിം അല്ലാത്തത് കൊണ്ട് ഈ ആക്ച്വൽ റിസൾട്ട് ഈ ഫിക്സഡ് ബഡ്ജറ്റ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. മെറ്റീരിയൽ വേരിയൻസ് എങ്ങനെയുള്ള കാൽക്കുലേറ്റ് ചെയ്ത്, ആ മെറ്റീരിയൽ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഫിക്സഡ് ബഡ്ജറ്റിനെ ഫ്ലെക്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലെക്സ് ചെയ്യുമ്പോൾ നമ്മുടെ യൂണിറ്റ്സ് എത്രയാകും, ഫ്ലെക്സ് ചെയ്തിട്ട് ബഡ്ജറ്റഡ് യൂണിറ്റ്സിലേക്കല്ല, ആക്ച്വൽ യൂണിറ്റ്സിലേക്കുള്ള, ആക്ച്വൽ യൂണിറ്റ്സ് 56,000 ആണല്ലോ, ആ ആക്ച്വൽ യൂണിറ്റ്സിലേക്കുള്ള മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ബഡ്ജറ്റ് ചെയ്തു. അങ്ങനെ ആ ഫിക്സഡ് ബഡ്ജറ്റിനെ റീസ്റ്റേറ്റ് ചെയ്തിട്ട് ആക്ച്വൽ യൂണിറ്റ്സിലേക്കാണെങ്കിൽ ബഡ്ജറ്റ് പ്രകാരം എത്ര മെറ്റീരിയൽ, അതിന് എത്ര കോസ്റ്റ്, അതാണ് ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിലെ മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത്. ആ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിലെ മെറ്റീരിയൽ കോസ്റ്റും ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റും കമ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ ഏത് വേരിയൻസ് വരുന്നത്, മെറ്റീരിയൽ വേരിയൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിലെ മെറ്റീരിയൽ കോസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതുപോലെ നമുക്കൊന്ന് ചെയ്യാം. ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിലെ മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത് എത്രയാ, ആക്ച്വലി നമ്മൾ 56,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തല്ലോ. ആ 56,000 യൂണിറ്റ്സിന് ബഡ്ജറ്റ് പ്രകാരം എത്ര ക്വാണ്ടിറ്റി, ആക്ച്വൽ യൂണിറ്റ്സിന് ബഡ്ജറ്റ് പ്രകാരം എത്ര ക്വാണ്ടിറ്റി, ബഡ്ജറ്റ് പ്രകാരം സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു യൂണിറ്റിന് SQ പെർ യൂണിറ്റ് എത്രയാ, 2 കിലോഗ്രാം ആണല്ലോ. സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു യൂണിറ്റിന് 2 കിലോഗ്രാം ഇൻറ്റു ആക്ച്വൽ യൂണിറ്റ്സ്, SQ പെർ യൂണിറ്റ് ഇൻറ്റു ആക്ച്വൽ യൂണിറ്റ്സ്, SQ പെർ യൂണിറ്റ് ഇൻറ്റു ആക്ച്വൽ യൂണിറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്വാണ്ടിറ്റി കിട്ടും. ആ ക്വാണ്ടിറ്റീനെ നമ്മൾ പറയുന്ന പേരാണ് SQ എന്നാണ് പറയാം. ആ ക്വാണ്ടിറ്റീനെ നമ്മൾ പറയുന്ന പേരാണ് SQ. SQ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആണ്. ബട്ട് അതിന് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്നല്ല നമ്മൾ പറയാ, അതിന് വേറൊരു പേരുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ആ SQ എന്ന് ഇനി എവിടെ കാണുവാണെങ്കിലും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് പറയാം. അപ്പൊ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. SQ വരുന്നത് എത്രയാ, സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു യൂണിറ്റിന് 2 കിലോഗ്രാം മൾട്ടിപ്ലൈഡ് ബൈ ആക്ച്വലി നമ്മുടെ പ്രൊഡക്ഷൻ എത്രയായിരുന്നു, 56,000 അല്ലേ. 56,000 യൂണിറ്റ്സിന്, ഇത് ആക്ച്വൽ പ്രൊഡക്ഷൻ ആയിട്ടുള്ള 56,000 യൂണിറ്റ്സിന് സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര ക്വാണ്ടിറ്റി എന്നാണ്. അതുകൂടെ ഞാൻ പറയാം. ആക്ച്വൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്യണമായിരുന്നു, എത്രയാണ് വരുന്നത്, 1,12,000 കിലോഗ്രാം. SQ എന്നാ പറയാ. SQ എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താണ്, SQന്റെ ഫുൾ ഫോം ഇസ് വെരി ഇമ്പോർട്ടന്റ്. എന്തായാലും എഴുതി വെച്ചോ, ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ബുദ്ധിമുട്ടായിട്ട് വരാം, ഇത് കണ്ടുപിടിക്കാനാണ്. SQ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ എന്നാണ് അതിനെ പറയാ. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ. SQ വേറെയാണ്, BQ വേറെയാണ്. BQ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി, നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് യൂണിറ്റ്സിനുള്ള ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി. SQ എന്ന് പറഞ്ഞാൽ എന്താ, ആക്ച്വൽ യൂണിറ്റ്സിനുള്ള സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ആക്ച്വലി നമ്മൾ 56,000 യൂണിറ്റ്സ് ആണല്ലോ പ്രൊഡ്യൂസ് ചെയ്തത്, അതിന് സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര ക്വാണ്ടിറ്റി, 2 കിലോഗ്രാം. SQ പെർ യൂണിറ്റ് ഇൻറ്റു AU ആണ് SQ വരുന്നത്. ഓക്കെ, അതിന് നമ്മുടെ SP വെച്ചിട്ട് സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള പ്രൈസ് നമ്മൾ ആക്ച്വലി ഉള്ള ഒരു റിസൾട്ടുകളും നമ്മൾ ഇതിലേക്ക് എടുക്കൂല. കാരണം നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്, ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇനീഷ്യലി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫിക്സഡ് ബഡ്ജറ്റിന്റെ വോളിയം മാത്രം മാറ്റുന്നുള്ളൂ. ആ ബഡ്ജറ്റഡ് യൂണിറ്റ്സിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത ബഡ്ജറ്റ് ആണ് ഫിക്സഡ് ബഡ്ജറ്റ്. അത്
ആക്ച്വൽ യൂണിറ്റ്സിലേക്കുള്ള ബഡ്ജറ്റ് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും, അതിനെയാണ് ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എസ് പി ആക്ച്വൽ യൂണിറ്റ്സിലേക്ക് സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര ക്വാണ്ടിറ്റിയാണ്, 56,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 1,12,000 കിലോഗ്രാം വേണം. അതേ ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാ, 1,12,000 കിലോഗ്രാം ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ആയിട്ടുള്ള 20 per കിലോഗ്രാം എത്രയാണ്, 2240. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഈ ടേബിളിൽ ഡയറക്റ്റ് മെറ്റീരിയൽസിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിലെ മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ്, 2240 അല്ലേ. ആ 2240 എന്ന് പറയുന്ന ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിലെ മെറ്റീരിയൽ കോസ്റ്റ് വന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാ, ആക്ച്വൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് 56,000 യൂണിറ്റ്സിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര ക്വാണ്ടിറ്റി, അതാണ് എസ് ക്യു എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ. ഇവിടെ ആക്ച്വലി ഉള്ള പ്രൊഡക്ഷൻ അതിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് പ്രകാരം എത്ര ക്വാണ്ടിറ്റി, നമ്മൾ 2 കിലോഗ്രാം ആണല്ലോ ഒരു യൂണിറ്റിന്, എസ് ക്യു പെർ യൂണിറ്റ് ഇൻറ്റു എ യു, അതാണ് എസ് ക്യു. അത് എസ് പി സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മുടെ മെറ്റീരിയലിന്റെ റേറ്റ് പ്രൈസ് എത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 20 per കിലോഗ്രാം. അങ്ങനെയാണ്. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിലെ മെറ്റീരിയൽ കോസ്റ്റും ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റും. ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിലെ മെറ്റീരിയൽ കോസ്റ്റും ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ ടോട്ടൽ മെറ്റീരിയൽ വേരിയൻസ് വരുന്നത്. എത്രയായിരുന്നു നമ്മുടെ ടോട്ടൽ മെറ്റീരിയൽ വേരിയൻസ് വരുന്നത്? 2240യും 2310യും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2310 മൈനസ് 2240 എത്രയാണ് വരുന്നത്? 70 അഡ്വേഴ്സ് ആണ്. അഡ്വേഴ്സ് എന്ന് പറയുമ്പോൾ ബഡ്ജറ്റിനേക്കാൾ കൂടി ആക്ച്വലി കൂടുതൽ വന്നില്ലേ. ഓക്കെ, ഇനി ഇതിന്റെ റീസൺസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആക്ച്വലിലുള്ള കാര്യങ്ങളും കൂടെ അറിയണം. ആക്ച്വലി ഉള്ള മെറ്റീരിയൽ കോസ്റ്റ് 2310 ആണെന്ന് നമുക്ക് കിട്ടിയത് ഇവിടെന്നാ കിട്ടിയത്. നമ്മുടെ ആക്ച്വലിലെ കുറെ ഡീറ്റെയിൽസ് വന്നിട്ടില്ലേ? ആക്ച്വലിലെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽസിനെ റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞ ഡീറ്റെയിൽസ് ഏതൊക്കെയാ? മെറ്റീരിയൽസിനെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ഈ 2 പോയിന്റ്സ് ആയിരുന്നു. ഈ 2 പോയിന്റ്സ് ആണ് മെറ്റീരിയലിന് പറഞ്ഞത്. ആക്ച്വലി വന്ന മെറ്റീരിയൽ കോസ്റ്റ് 2310 ആണ്. ആക്ച്വലി നമ്മൾ എത്ര മെറ്റീരിയൽസ് ആണ് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്തത്? ആക്ച്വലി നമ്മൾ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്തത് 1,10,000 കിലോഗ്രാം ആണ്. ആക്ച്വലി നമ്മൾ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്തത് 1,10,000 കിലോഗ്രാം ആണ്. ആ 1,10,000 കിലോഗ്രാമിനാണ് ആക്ച്വലി എത്ര കോസ്റ്റ് വന്നത്? 2310 കോസ്റ്റ് വന്നത്. അപ്പൊ ഈ 2310 എന്ന് പറയുന്ന ആക്ച്വൽ കോസ്റ്റ് വന്നിട്ടുള്ളത് എത്രയ്ക്കാണ്? ആക്ച്വൽ ക്വാണ്ടിറ്റിക്കാണ്. ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാ? 1,10,000 കിലോഗ്രാം. ഈ 1,10,000 കിലോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചതൊന്നുമല്ല. ജസ്റ്റ് എന്താണ്, നമ്മൾ ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി അതുപോലെ തന്നെ വരുന്നത്. ബട്ട് അത് എഴുതിയതൊന്നുമല്ല കേട്ടോ. ദാറ്റ് ഈസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. നമുക്ക് ആക്ച്വലി ആ പീരീഡ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ ഫിഗർ ആണ്. ആക്ച്വലി എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽ ആണ് നമ്മൾ പർച്ചേസ് ചെയ്ത് അത് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ അതാണ് 1,10,000 കിലോഗ്രാം. ഓക്കെ, ആ 1,10,000 കിലോഗ്രാമിന് എത്രയോ ഒരു പൈസ കൊടുത്തിട്ട്, ആ 1,10,000 കിലോഗ്രാമിന് ഇത്രയും ഒരു പൈസ കൊടുത്തിട്ട് നമുക്ക് വന്ന കോസ്റ്റ് ആണ് 2310. അങ്ങനെയാണെങ്കിൽ ആ ആക്ച്വൽ പ്രൈസ് എത്രയായിരിക്കും? ഇവിടെ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള പ്രൈസ് 20 ആണ്. ബട്ട് ആ സ്റ്റാൻഡേർഡ് പ്രൈസ് അല്ലല്ലോ അവിടെ വരിക. അവിടെ ഇരിക്കുന്ന സ്റ്റാൻഡേർഡ് പ്രൈസ് അല്ലത്, ബിക്കോസ് ദാറ്റ് ഈസ് ആക്ച്വൽ റിസൾട്ട്. ആക്ച്വലി വന്നത് എത്രയാ? 2310,000. ഇത്രയാണ് ആക്ച്വലി വന്ന മെറ്റീരിയൽ കോസ്റ്റ്. അത് എത്ര കിലോഗ്രാമിന് വന്നതാ? ആക്ച്വൽ ക്വാണ്ടിറ്റിക്ക് വന്നതാണ്. ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാ? 1,10,000 കിലോഗ്രാം. ആക്ച്വൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള 1,10,000 കിലോഗ്രാമിന് ടോട്ടലി വന്ന മെറ്റീരിയൽ കോസ്റ്റ് ആണ്. ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ് ആണ് എത്രയാ? 2310. അപ്പൊ ആ 2310,000 ഡിവൈഡഡ് ബൈ നമ്മുടെ ആക്ച്വൽ ക്വാണ്ടിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിച്ച സമയത്ത് എത്ര പ്രൈസ് പേ ചെയ്തു എന്നുള്ളത് നമുക്ക് കിട്ടും. എത്രയാണ്? 21 ആണ്. $21 per കിലോഗ്രാം ആണ്. ആക്ച്വൽ ഡാറ്റാസിന്റെ ഒരു സ്പ്ലിറ്റപ്പ് നമ്മൾ നോക്കിയതാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ആക്ച്വലി ഞാൻ 1,10,000 കിലോഗ്രാം ആണ്, ഇത്രയും ക്വാണ്ടിറ്റിയാണ് ഞാൻ വാങ്ങിച്ചത്. വേണ്ടിയിട്ട് എനിക്ക് വന്ന മെറ്റീരിയൽ കോസ്റ്റ് എത്രയാ? ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ് എത്രയാ? 2310. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ റോ മെറ്റീരിയൽ വാങ്ങിച്ച 1,10,000 കിലോഗ്രാമില് ഓരോ കിലോഗ്രാമിനും ഞാൻ പേ ചെയ്ത പ്രൈസ് എത്രയാ? 21 per കിലോഗ്രാം ആണ്. നമുക്ക് മനസ്സിലായി. ഇനി ഒന്ന് നോക്കൂ, നമ്മുടെ ടോട്ടൽ മെറ്റീരിയൽ വേരിയൻസ് വന്നത് $70 അഡ്വേഴ്സ് ആണ്. ഈ 2240 നിന്നും 2310 ആയത്. എന്തുകൊണ്ടാണ് ആ 2240 2310 ആയത്? എന്തൊക്കെ കാര്യങ്ങൾ അവിടെ മാറിയത്?
ഇവിടെ മാറിയ കാര്യങ്ങൾ മാത്രം ഞാൻ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ പ്രൈസ് മാറിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ പറഞ്ഞ കിലോഗ്രാം പ്രൈസ് എത്രയായിരുന്നു? 20 per kilogram ആണ്. ഇവിടെ ആക്ച്വലി ഞാൻ പേ ചെയ്ത പ്രൈസ് എത്രയാ? സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ കിലോഗ്രാം 20 per kilogram ആയിരുന്നു. ഇവിടെ ആക്ച്വലി ഞാൻ പേ ചെയ്ത എത്രയാ? 21. ആ ഒരു പ്രൈസ്, മെറ്റീരിയൽസിന് ഞാൻ പേ ചെയ്ത പ്രൈസ് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഡിഫറൻസ് ഞാനൊരു വേരിയൻസ് പറയാട്ടോ. ഈ ഒരു ഡിഫറൻസ് ഇല്ലേ, AP സ്റ്റാൻഡേർഡ് പ്രൈസിൽ നിന്നും ആക്ച്വൽ പ്രൈസിലേക്ക് ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് പ്രൈസിൽ നിന്നും ആക്ച്വൽ പ്രൈസിലേക്ക് ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ആക്ച്വൽ പ്രൈസ് പെയ്ഡ് വാസ് ഡിഫറൻറ്റ് ഫ്രം സ്റ്റാൻഡേർഡ് പ്രൈസ്. ആക്ച്വൽ പ്രൈസും സ്റ്റാൻഡേർഡ് പ്രൈസും ഡിഫറെന്റ് ആയിട്ടുണ്ട്. അത് കാരണം ഒരു വേരിയൻസ്, ടോട്ടൽ വേരിയൻസ് 70,000 ആണ്. ആ ടോട്ടൽ വേരിയൻസിന്റെ ഫർദർ സ്പ്ലിറ്റപ്പ് ആണ് ഞാൻ പറയുന്നത്. സ്റ്റാൻഡേർഡ് പ്രകാരം ഞാൻ മെറ്റീരിയലിന്റെ പ്രൈസ് പറഞ്ഞ എത്രയാ? 20 ആണ്. ബട്ട് ആക്ച്വലി ഞാൻ മെറ്റീരിയൽസ് വാങ്ങിച്ചപ്പോൾ ഈ പീരീഡിൽ ആക്ച്വൽ റിസൾട്ട് ഞാൻ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ ആക്ച്വലി എനിക്ക് ഓരോ കിലോഗ്രാമിനും 21 വന്നിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും SP ആൻഡ് AP ഡിഫറെന്റ് ആയില്ലേ? അത് കാരണം ഒരു വേരിയൻസ് അറൈസ് ആയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് വേരിയൻസ്. അതിന് നമ്മൾ പറയുന്ന പേര് മെറ്റീരിയലിന്റെ, ആ വേരിയൻസ് നമ്മൾ പറയുന്ന പേര് മെറ്റീരിയലിന്റെ പ്രൈസ് വേരിയൻസ് എന്നാണ് പറയാം. മെറ്റീരിയലിന്റെ പ്രൈസ് വേരിയൻസ്, പ്രൈസിലെ ഡിഫറൻസ് കൊണ്ട് റൈസ് ആയ വേരിയൻസ്, മെറ്റീരിയലിന്റെ പ്രൈസ് വേരിയൻസ് എന്നാണ് പറയാം. റോ മെറ്റീരിയലിന്റെ പ്രൈസ് വേരിയൻസ്. ഇനി അത് മാത്രമല്ല മാറിയത്, SP ന്ന് AP അല്ല മാറിയത്. യൂണിറ്റ്സ് സെയിം ആണ്. ഫ്ലെക്സ്ഡ് ബഡ്ജറ്റും ആക്ച്വലി നോക്കുന്ന സമയത്ത് യൂണിറ്റ്സ് സെയിം ആണ്. 56,000. ലെവൽസ്, വോളിയം സെയിം ആണ്, പ്രൊഡക്ഷൻ യൂണിറ്റ് സെയിം ആണ്. മാറിയത് എന്തൊക്കെയാണ്? SP ആൻഡ് AP സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും മാറി. സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും മാത്രമല്ല മാറിയിട്ടുള്ളത്, അതിന്റെ കൂടെ മാറിയിട്ടുള്ള ഏതാണ്? നമ്മുടെ SQ ഇല്ലേ? SQന് ഒരിക്കലും നിങ്ങൾ ഇനി സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് മാത്രം പറയരുത്. SQനെ പറയുമ്പോൾ ഇവിടെ മുകളിലേക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ തന്നെ പറയണം. SQ അതാണ്. ആക്ച്വൽ പ്രൊഡക്ഷന് വേണ്ടി സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള എത്ര ക്വാണ്ടിറ്റി, ആ ആക്ച്വൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള SQ ക്വാണ്ടിറ്റി ആയിട്ടുള്ള SQ 1,12,000 ആയിരുന്നു. ഇവിടെ ആക്ച്വലി എത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്തിട്ടുള്ളൂ? ആക്ച്വലി നമ്മൾ യൂസ് ചെയ്ത ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1,10,000 ഉള്ളൂ. എന്താണ്? SQൽ നിന്നും AQലേക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. SQൽ നിന്നും AQലേക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് 56,000, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ 56,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് പ്രകാരം 1,12,000 കിലോഗ്രാം യൂസ് ചെയ്യണമായിരുന്നു. ഇവിടെ ആക്ച്വലി നമ്മൾ എത്ര യൂസ് ചെയ്തിട്ടുള്ളൂ? 1,10,000 കിലോഗ്രാം, ഒരു 1,10,000 കിലോഗ്രാം ഓഫ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ 56,000 യൂണിറ്റ്സ് ഉണ്ടാക്കിയത്. അവിടെ ആ ഒരു യൂസേജിൽ ഒരു ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് പ്രൈസിൽ ഒരു ഡിഫറൻസ് ഉണ്ടായതാണ്, ഇനി പറയുന്നത് യൂസേജിൽ ഒരു ഡിഫറൻസ് ആണ്. ആക്ച്വൽ യൂസേജ് ഓഫ് മെറ്റീരിയൽസ്, ആക്ച്വൽ യൂസേജ് ഓഫ് മെറ്റീരിയൽസ് ഇസ് ഡിഫറെന്റ് ഫ്രം സ്റ്റാൻഡേർഡ് usage. Actual usage of material is different from standard usage. അതായത് SQ and AQ തമ്മിലൊരു ഡിഫറൻസ് വന്നു. അത് കാരണം ഒരു വേരിയൻസ് അറൈസ് ആയിട്ടുണ്ട്. ആ വേരിയൻസ് നമ്മൾ പറയുന്ന പേരാണ് മെറ്റീരിയലിന്റെ യൂസേജ് വേരിയൻസ് എന്നുള്ളത്. മെറ്റീരിയലിന്റെ യൂസേജ് വേരിയൻസ് എന്നുള്ളത്. അപ്പൊ രണ്ട് വേരിയൻസ് ആണ് റോ മെറ്റീരിയലിൽ ഉള്ളത്. റോ മെറ്റീരിയൽ വേരിയൻസിനെ ഞാൻ ഫർദർ അനലൈസ് ചെയ്തപ്പോൾ രണ്ട് വേരിയൻസ് ആണ്, രണ്ട് മൂവ്മെന്റ് ആണ് ബഡ്ജറ്റിൽ നിന്നും ആക്ച്വലിലേക്ക് പോയ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് പ്രൈസിൽ ഉണ്ടായ ഒരു മൂവ്മെന്റ്, സ്റ്റാൻഡേർഡ് പ്രൈസ് ആൻഡ് ആക്ച്വൽ പ്രൈസ് തമ്മിലുള്ള ഡിഫറൻസ്. രണ്ടാമത്തത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ SQ ആൻഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി, അത് തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് അറൈസ് ആയ വേരിയൻസ്. അപ്പോൾ റോ മെറ്റീരിയലിന്റെ വേരിയൻസ് ഉണ്ടല്ലോ, ടോട്ടൽ മെറ്റീരിയൽ വേരിയൻസിന് എനിക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. റോ മെറ്റീരിയൽ വേരിയൻസിന് എനിക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ആ രണ്ട് വേരിയൻസ് ഇതാണ്. റോ മെറ്റീരിയൽ വേരിയൻസ് എനിക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് മെറ്റീരിയലിന്റെ പ്രൈസ് വേരിയൻസ്, അതിന് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എനിക്ക് ഷോർട്ടായിട്ട് MPV എന്ന് എഴുതാം. രണ്ടാമത്തത് മെറ്റീരിയൽസിന്റെ യൂസേജ് വേരിയൻസ് എന്ന് പറയും. മെറ്റീരിയലിന്റെ യൂസേജ് വേരിയൻസ്, ദാറ്റ് ഈസ് മെറ്റീരിയൽ MUV. അപ്പൊ രണ്ട് വേരിയൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. മെറ്റീരിയലിന്റെ വേരിയൻസ്, റോ മെറ്റീരിയലിന്റെ വേരിയൻസിന് എനിക്ക് രണ്ട് വേരിയൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. മെറ്റീരിയലിന്റെ പ്രൈസ് വേരിയൻസും മെറ്റീരിയലിന്റെ യൂസേജ് വേരിയൻസും. അപ്പൊ ഇത് ഞാൻ സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് സം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടോട്ടൽ വേരിയൻസ് കിട്ടും.
ടോട്ടൽ വേരിയൻസ് 70,000 അഡ്വേഴ്സ് ആണെന്ന് പറയാം. ഇത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിലെ മെറ്റീരിയൽ കോസ്റ്റും ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ്. അതില് എന്താണ് പ്രൈസ് വേരിയൻസും യൂസേജ് വേരിയൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. പ്രൈസ് വേരിയൻസിന്റെ ഇക്വേഷൻ ഉണ്ട്, യൂസേജ് വേരിയൻസിന്റെ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ പഠിക്കുന്നതും വളരെ സിമ്പിൾ ആണ്. പ്രൈസ് വേരിയൻസ് എന്തിന്റെ ഡിഫറൻസ് കൊണ്ട് വന്നതെന്ന് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. പ്രൈസ് വേരിയൻസ് വരുന്നതാണ് സ്റ്റാൻഡേർഡ് പ്രൈസും നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് പ്രൈസ് വേരിയൻസ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എസ് പി ആൻഡ് എ പി തമ്മിലുള്ള ഡിഫറൻസ് ആണ് എടുക്കുന്നത്. ഇക്വേഷൻ അങ്ങനെ തന്നെയാണ്. എസ് പി മൈനസ് എ പി, സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. ഓക്കെ, സ്റ്റാൻഡേർഡ് പ്രകാരം ഞാൻ എത്രയാ പേ ചെയ്തത്? സ്റ്റാൻഡേർഡ് പ്രകാരം ഞാൻ പറഞ്ഞത് 20 per kilogram ആണ്. ബട്ട് ആക്ച്വലി ഞാൻ എത്രയാ കൊടുത്തത്? ആക്ച്വലി ഞാൻ 21 കൊടുത്തു. പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടായി. എസ് പി മൈനസ് എ പി പ്രൈസിൽ ഒരു ഡിഫറൻസ് ഉണ്ടായത് കൊണ്ട് ഒരു വേരിയൻസ് ഉണ്ടായി. ഓക്കെ, എത്രയ്ക്കാണ് വേരിയൻസ് ഉണ്ടായത്? ഇപ്പൊ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എസ് പി മൈനസ് എ പി വരുന്നത് സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയായിരുന്നു? 20 ആയിരുന്നു. ഞാൻ സ്റ്റാൻഡേർഡ് പ്രകാരം പറഞ്ഞ 1 കിലോഗ്രാമിന് 20 ആയിരുന്നു. ഇവിടെ ആക്ച്വലി ഞാൻ 1 കിലോഗ്രാമിന് 21 കൊടുത്തു. അപ്പൊ എത്രയാണ് ഡിഫറൻസ്? എത്രയാണ് ഡിഫറൻസ്? ആ ഡിഫറൻസ് വരുന്നത് $1 ആണ്. $1 per kilogram. ഓരോ കിലോഗ്രാമിനും $1 per kilogram ആണ് ഡിഫറൻസ് വന്നത്. അത് അഡ്വേഴ്സ് മൂവ്മെന്റ് ആണോ ഫേവറബിൾ മൂവ്മെന്റ് ആണോ? പ്രൈസിന്റെ കേസിൽ ആക്ച്വൽ പ്രൈസ് കൂടുകയാണ് ചെയ്തത്. സ്റ്റാൻഡേർഡ് പ്രൈസിനേക്കാൾ ആക്ച്വൽ പ്രൈസ് കൂടുകയാണ് ചെയ്തത്. അതൊരു അഡ്വേഴ്സ് മൂവ്മെന്റ് ആണോ ഫേവറബിൾ മൂവ്മെന്റ് ആണോ? അതൊരു അഡ്വേഴ്സ് മൂവ്മെന്റ് ആണ്. ഞാൻ കൂടുതൽ കൊടുക്കേണ്ടതല്ലേ? 1 കിലോഗ്രാമിന് ഞാൻ സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതൽ കൊടുക്കേണ്ടി വന്നതാണല്ലോ ഇവിടെ സംഭവിച്ചത്. അപ്പൊ ഇതൊരു അഡ്വേഴ്സ് മൂവ്മെന്റ് ആണ്. ഒരു അഡ്വേഴ്സ് മൂവ്മെന്റ് ആണ്. ഓരോ കിലോഗ്രാമിനും $1 എന്ന് പറയുന്ന അഡ്വേഴ്സ് മൂവ്മെന്റ് ആണ്. ഓരോ കിലോഗ്രാമിനും $1 എന്ന് പറയുന്ന ഒരു അഡ്വേഴ്സ് മൂവ്മെന്റ് ആണ്. ബട്ട് എനിക്ക് വേരിയൻസ് ആക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ടോട്ടൽ വാല്യൂ ആക്കണം. അപ്പൊ ഈ വേരിയൻസ് എനിക്ക് ടോട്ടലി വന്നത് എത്രയിലൊക്കെ ആയിരിക്കും? ഞാൻ പർച്ചേസ് ചെയ്ത് എത്രയാ? ഞാൻ ഓരോ തവണ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തപ്പോഴും എത്രയാ കൊടുത്തത്? ആക്ച്വലി 21 ആണ് കൊടുത്തത്. സ്റ്റാൻഡേർഡ് പ്രകാരം എത്രയാണ് കൊടുക്കേണ്ടത്? 20 ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ആ ഡിഫറൻസ് എത്രയാ? ഓരോ കിലോഗ്രാമിനും $1 എക്സ്ട്രാ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓരോ കിലോഗ്രാമിനും $1 എക്സ്ട്രാ. അങ്ങനെ ഞാൻ എത്രയാണോ ആക്ച്വലി വാങ്ങിച്ചത്? എത്രയാണ് ആക്ച്വലി വാങ്ങിച്ചത്? എ ക്യു ആണല്ലോ ഞാൻ ആക്ച്വലി വാങ്ങിച്ചത്. ഞാൻ ആക്ച്വലി വാങ്ങിച്ചത് എത്രയാ? എ ക്യു, ആക്ച്വൽ ക്വാണ്ടിറ്റി. ഞാൻ വാങ്ങിച്ച ഓരോ ആക്ച്വൽ ക്വാണ്ടിറ്റിക്കും, ഓരോ കിലോഗ്രാം ഓഫ് ആക്ച്വൽ ക്വാണ്ടിറ്റിക്കും ഞാൻ $1 എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? 1,10,000 ഓരോ കിലോഗ്രാമിനും $1 ആണ് അഡ്വേഴ്സ് വേരിയൻസ് വന്നത്. അത് 1,10,000 കിലോഗ്രാം ആയിട്ടുള്ള എന്റെ എ ക്യു ഉണ്ടല്ലോ, എന്റെ എ ക്യൂലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഞാൻ ആക്ച്വലി വാങ്ങിച്ച എ ക്യൂലേക്ക് എന്താണ്? ഞാൻ ആക്ച്വലി 1,10,000 കിലോഗ്രാം ആണ് ആക്ച്വൽ ക്വാണ്ടിറ്റി വാങ്ങിച്ചത്. അത്രയാണ്. അങ്ങനെ വാങ്ങിച്ച സമയത്ത് ഞാൻ വാങ്ങിച്ച ഓരോ കിലോഗ്രാമിനും ഞാൻ $1 എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അഡ്വേഴ്സ് മൊമെന്റ്. ഇപ്പൊ ടോട്ടൽ വേരിയൻസ് എത്ര വരുന്നത്? പ്രൈസിലുണ്ടായ ടോട്ടൽ വേരിയൻസ് എത്ര? ഞാൻ വാങ്ങിച്ച 1,10,000 ദിസ് ഇസ് എ ക്യൂ ഇൻറ്റു $1. എസ് പി മൈനസ് എ പി. എത്ര? സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. അത് $1 per kilogram ആണ്. $1 per kilogram ഇൻറ്റു എ ക്യൂ. ദാറ്റ് ഈസ് എത്ര വരുന്നത്? $1,10,000 തന്നെയാണ്. ഓക്കെ, അപ്പൊ പ്രൈസ് വേരിയൻസ് വരുന്നത് $1,00,000 തന്നെയാണ് വരുന്നത്. സോറി ഗൈസ്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് വരുന്നത് എത്രയാണ്? 1,10,000 അഡ്വേഴ്സ്. 1,10,000 അഡ്വേഴ്സ്. ഓക്കെ, അപ്പൊ പ്രൈസ് വേരിയൻസ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തില്ലേ? ആ ഒരു സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് കാരണം അറൈസ് ആയ വേരിയൻസ്, അതാണ് പ്രൈസ് വേരിയൻസ്. ഇപ്പൊ എസ് പി മൈനസ് എ പി എടുത്തു ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഫൈനൽ നമ്മുടെ ഇക്വേഷൻ ഒന്ന് ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ എങ്ങനെയാണ്? എസ് പി മൈനസ് എ പി ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇതാണ് നമ്മുടെ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിന്റെ ഇക്വേഷൻ വരുന്നത്. റോ മെറ്റീരിയലിന്റെ പ്രൈസ് വേരിയൻസിന്റെ ഇക്വേഷൻ വരുന്നത് എസ് പി മൈനസ് എ പി ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ
പ്രൈസ് വേരിയൻസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാമ്പിളിൽ ടോട്ടൽ വേരിയൻസിന്റെ ഉള്ളിലുള്ള ആദ്യത്തെ റീസൺ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, അത് കാരണം റൈസ് ആയ പ്രൈസ് വേരിയൻസ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു? 1,10,000 അഡ്വേഴ്സ് ആണെന്ന് പറഞ്ഞു. ഇനി പ്രൈസിലുള്ളൊരു മൂവ്മെന്റ് മാത്രമല്ല ഉണ്ടായത്, ക്വാണ്ടിറ്റിയിൽ ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ യൂസേജിൽ ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് യൂസേജും ആക്ച്വൽ യൂസേജും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സ്റ്റാൻഡേർഡ് പ്രകാരം എത്രയായിരുന്നു യൂസ് ചെയ്യേണ്ടത്? 1,12,000. അതാണ് എസ് ക്യൂ. അത് നമ്മുടെ എസ് ക്യൂ ആൻഡ് എ ക്യൂ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. എസ് ക്യൂ ആൻഡ് എ ക്യൂ തമ്മിലുള്ള ഡിഫറൻസ്. എസ് ക്യൂ എത്രയാ? സ്റ്റാൻഡേർഡ് പ്രകാരം യൂസ് ചെയ്യേണ്ടത് 1,12,000 കിലോഗ്രാം ആണ്. എസ് ക്യൂ എന്ന് പറയുമ്പോൾ ഒരിക്കലും വെറുതെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയരുതേ. എസ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ. ആക്ച്വൽ പ്രൊഡക്ഷൻ ആയിട്ടുള്ള 56,000 സ്റ്റാൻഡേർഡ് പ്രകാരം 1,12,000 ആണല്ലോ. ബട്ട് ആക്ച്വലി എത്രയാണ് വന്നത്? ആക്ച്വലി നമ്മൾ യൂസ് ചെയ്ത് ആക്ച്വൽ യൂസേജ് എത്രയാണ്? സോറി ഗൈസ്, ചെറിയ ഇൻട്രപ്ഷൻ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രകാരം ആക്ച്വൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എത്രയായിരുന്നു? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ 1,12,000 ആയിരുന്നു. ആക്ച്വലി നമ്മുടെ ആ ഒരു 56,000 യൂണിറ്റ്സ് ആക്ച്വലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി എത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്തിട്ടുള്ളൂ? 1,10,000. ഓക്കെ, അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ പ്രൊഡക്ഷനും ആക്ച്വൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള 1,10,000 കിലോഗ്രാമും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണോ ചെയ്തത്, കുറവ് യൂസ് ചെയ്യണോ ചെയ്തത്? 1,12,000 കിലോഗ്രാം യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട പ്രൊഡക്ഷൻ 1,10,000 കിലോഗ്രാമിൽ ചെയ്തു. അതായത് ഒരു 2,000 ആണ് അവിടുത്തെ ഡിഫറൻസ്. ആ 2,000 കിലോഗ്രാം ആണ് അവിടെ യൂസേജിൽ ഉണ്ടായ ഡിഫറൻസ് വരുന്നത്. അതൊരു അഡ്വേഴ്സ് മൂവ്മെന്റ് ആണോ ഫേവറബിൾ മൂവ്മെന്റ് ആണോ? മെറ്റീരിയൽ കൂടുതൽ യൂസ് ചെയ്യുന്നിടത്ത് കുറവ് യൂസ് ചെയ്തു, ആക്ച്വലി കുറവ് യൂസ് ചെയ്തു. ഇതൊരു ഫേവറബിൾ മൂവ്മെന്റ് ആണ്. ഇതൊരു ഫേവറബിൾ മൂവ്മെന്റ്. മെറ്റീരിയൽ യൂസേജിന്റെ കേസിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഫേവറബിൾ മൂവ്മെന്റ് ആണ് ഉണ്ടായത്. 2,000 കിലോഗ്രാം ഫേവറബിൾ മൂവ്മെന്റ് ആണ് ഉണ്ടായത്. ഏത്? മെറ്റീരിയൽ യൂസേജ് വേരിയൻസിന്റെ കേസിൽ. സ്റ്റാൻഡേർഡ് പ്രകാരം ഇത്ര യൂസ് ചെയ്യുന്നിടത്ത് ആക്ച്വലി കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ഈ ഫേവറബിൾ മൂവ്മെന്റ് കാരണം ഉണ്ടായ വേരിയൻസ് നമുക്ക് പറയണം. വേരിയൻസ് ആക്കുമ്പോൾ നമുക്ക് ഡോളേഴ്സ് ആക്കണമല്ലോ. ഡോളേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. മറ്റേതിൽ നമ്മൾ എന്താണ്? എസ് പി പ്രൈസ് വേരിയൻസിന് എസ് പി മൈനസ് എ പി ബ്രാക്കറ്റിൽ എടുത്തു, എന്നിട്ട് ആക്ച്വൽ ക്വാണ്ടിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ നമ്മൾ എസ് ക്യൂ മൈനസ് എ ക്യൂ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ പ്രൊഡക്ഷനും ആക്ച്വൽ ക്വാണ്ടിറ്റി നമ്മൾ ഡിഫറൻസ് ബ്രാക്കറ്റിൽ എടുത്തു, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എസ് പി ആണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ കിലോഗ്രാം ഇല്ലേ, ആ സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ കിലോഗ്രാം ആയിട്ടുള്ള എത്രയായിരുന്നു എസ് പി? ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എസ് പി എത്രയായിരുന്നു? നമുക്കറിയാം എസ് പി എത്രയാ? 20 പെർ കിലോഗ്രാം അല്ലേ? ഒരു കിലോഗ്രാമിന് 20 എന്നല്ലേ? ആ 20 പെർ കിലോഗ്രാം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എസ് പി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2,000 കിലോഗ്രാം നമുക്ക് എന്താ യൂസേജിന്റെ കേസിൽ ഫേവറബിൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. 1,12,000 കിലോഗ്രാം യൂസ് ചെയ്യുന്നത് 1,10,000 യൂസ് ചെയ്തിട്ടുണ്ട്. 2,000 കിലോഗ്രാം ഫേവറബിൾ മൂവ്മെന്റ്. അത് കാരണം ഉണ്ടായ വേരിയൻസ് ഇൻറ്റു 20 പെർ കിലോഗ്രാം. ഇത് എസ് പി സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ കിലോഗ്രാം എത്രയാണ് വരുന്നത്? അപ്പൊ നമുക്ക് യൂസേജ് ഇത് എ പി എന്താണ് എടുക്കാത്തതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്താണ് യൂസേജ് കാരണം ഉണ്ടായ വേരിയൻസ് ആണ്, യൂസേജ് ഡിഫറൻസ് എടുക്കുന്നത്. ബട്ട് ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ആക്ച്വലി നമ്മൾ പേ ചെയ്ത പ്രൈസ് അല്ല, അത് റെലവന്റ് അല്ല. നമ്മുടെ ബഡ്ജറ്റിൽ നിന്നും എന്ത് ഡിഫറൻസ് ഉണ്ടായിരുന്നു? അപ്പൊ ബഡ്ജറ്റ് പ്രകാരം ഒരു കിലോഗ്രാമിന് എത്രയാ? സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു കിലോഗ്രാമിന് 20 ആണ്. അപ്പോൾ അങ്ങനെ 2,000 കിലോഗ്രാം ആണ് യൂസേജിൽ ഉണ്ടായ ഫേവറബിൾ മൂവ്മെന്റ്. ആ 2,000 കിലോഗ്രാമിന്റെ ഡോളർ വേരിയൻസ് ആക്കാൻ വേണ്ടിയിട്ട് യൂസേജ് വേരിയൻസിൻ ഡോളേഴ്സ് ആക്കണമല്ലോ. അതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? എസ് പി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇക്വേഷൻ എസ് ക്യൂ മൈനസ് എ ക്യൂ ഇൻറ്റു എസ് പി. അത് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 2,000 കിലോഗ്രാം ആണ് എസ് ക്യൂ മൈനസ് എ ക്യൂ ഇൻറ്റു എസ് പി വരുന്നത് 20 എത്ര വരും? 40,000 വരും. 40,000 എത്രയാണ്? 40,000 ഫേവറബിൾ ആണ് വരുന്നത്. $40,000 ഫേവറബിൾ ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് യൂസേജ് വേരിയൻസ് വരുന്നത്. അപ്പോൾ മെറ്റീരിയലിന്റെ റോ മെറ്റീരിയൽ വേരിയൻസ് പറയുമ്പോൾ രണ്ട് വേരിയൻസ് ആണ്. മെറ്റീരിയലിന്റെ പ്രൈസ് വേരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. യൂസേജ് വേരിയൻസിന്റെ ഇക്വേഷൻ ഇപ്പോൾ ഫൈനലൈസ് ചെയ്യണമെങ്കിൽ എസ് ക്യൂ മൈനസ് എ ക്യൂ ഇൻറ്റു എസ് പി. ഇതാണ് മെറ്റീരിയലിന്റെ യൂസേജ് വേരിയൻസിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ റോ മെറ്റീരിയൽ വേരിയൻസ് പറയുമ്പോൾ രണ്ട് വേരിയൻസ് ആണ്. റോ മെറ്റീരിയലിന്റെ പ്രൈസിൽ ഡിഫറൻസ് കൊണ്ട് വരുന്നു, സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിൽ ഡിഫറൻസ് കൊണ്ട് വരുന്ന വേരിയൻസ്.
പിന്നെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്യണോ ആക്ച്വലി എത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്ന പറയുന്ന യൂസേജിന്റെ ഡിഫറൻസ് കൊണ്ട് റൈസ് ആവുന്ന വേരിയൻസ് യൂസേജ് വേരിയൻസ്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കും. പ്രൈസ് വേരിയൻസ് വരുന്നത് 1,10,000 അഡ്വേഴ്സ് ആണ്. യൂസേജ് വേരിയൻസ് വരുന്നത് 40,000 ഫേവറബിൾ ആണ്. അപ്പൊ ടോട്ടൽ പറയുമ്പോൾ ഒന്ന് അഡ്വേഴ്സ് ഒന്ന് ഫേവറബിൾ. ഫേവറബിൾ ഉള്ളത് ഞാൻ പോസിറ്റീവ് ആയിട്ട് ഉണ്ട്. എത്രയാ? 40,000 പോസിറ്റീവ് യൂസേജ് വേരിയൻസ്. ഈ 40,000 എന്ന് പറയുന്നത് യൂസേജ് വേരിയൻസ്. ഇനി ഒന്ന് മറ്റേത് അഡ്വേഴ്സ് വേരിയൻസ് അല്ലേ, പ്രൈസ് വേരിയൻസ്. എത്രയാ? 1,10,000. അത് ഞാൻ മൈനസ് ചെയ്തു. അപ്പൊ എത്ര വരുന്നത്? ഇതിന്റെ ടോട്ടൽ ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ എനിക്ക് എത്ര വരുന്നത് ടോട്ടൽ വേരിയൻസ്? ഈ 70,000 അഡ്വേഴ്സിനെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോ ഇനീഷ്യലി ആ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിലെ മെറ്റീരിയൽ കോസ്റ്റും ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റും തമ്മിൽ ഡിഫറൻസ് ആയിട്ടുള്ള ദ ടോട്ടൽ മെറ്റീരിയൽ വേരിയൻസ് ഉണ്ടല്ലോ, ആ ടോട്ടൽ മെറ്റീരിയൽ വേരിയൻസിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. മെറ്റീരിയലിന്റെ പ്രൈസ് വേരിയൻസും മെറ്റീരിയലിന്റെ യൂസേജ് വേരിയൻസും. പ്രൈസ് വേരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുക കഴിഞ്ഞാൽ SP minus AP into actual quantity. SP minus AP into actual quantity. ഇനി യൂസേജ് വേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? SQ minus AQ into സ്റ്റാൻഡേർഡ് പ്രൈസ് SP. അതിലെ SQ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. SQ എന്ന് പറയുന്നത് വെറും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി എന്ന് പറയരുത്. ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി വേറെയാ, BQ വേറെയാണ്. എനിക്ക് വെറും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി വേറെയാണ്, BQ ആണ്. SQ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെ പറയണം. നമ്മുടെ ആക്ച്വൽ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റിലെ ക്വാണ്ടിറ്റിയാണ്. നമ്മുടെ ആക്ച്വൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് പ്രകാരം ക്വാണ്ടിറ്റി, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ ആണ്. ആ SQ മൈനസ് AQ ഇൻറ്റു SP ആണ് നമ്മുടെ യൂസേജ് വേരിയൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ റോ മെറ്റീരിയൽ വേരിയൻസ് ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. രണ്ട് റീസൺസ് ആണ് അവിടെ വരുന്നത് റോ മെറ്റീരിയൽ വേരിയൻസിന്. പ്രൈസിലുണ്ടായ ഡിഫറൻസും യൂസേജിലുണ്ടായ ഡിഫറൻസും. ഓക്കെ, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആൻഡ് യൂസേജ് വേരിയൻസ്. ബേസിക് വേരിയൻസ് ആയിട്ട് നിങ്ങൾ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന്റെ ഫർദർ ഈ പ്രൈസ് വേരിയൻസിനെ നമ്മൾ ഇനി വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. യൂസേജ് വേരിയൻസിന് രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ PM പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ബേസിക് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വേരിയൻസ് ഞാനിപ്പോൾ പറഞ്ഞത്, ഈ മെറ്റീരിയൽ വേരിയൻസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പ്രൈസ് വേരിയൻസും യൂസേജ് വേരിയൻസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. ഇവിടെ നിങ്ങൾക്ക് പ്രൈസ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാണ്ട് യൂസേജ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ എന്ത് ചെയ്യണം? ജസ്റ്റ് ഇപ്പൊ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യനിലെ ഡാറ്റാസ് വായിച്ച് എന്ത് ചെയ്യാം? പ്രോപ്പറായിട്ട് നമ്മുടെ ആ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് അത് ശ്രമിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ റെസ്യൂം ചെയ്തിട്ട് ബാക്കി കാണും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ചെയ്യണം. എന്നിട്ട് നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നമുക്കറിയുന്നുണ്ടോ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആയാലും മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ആയാലും അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. പ്രൈസ് വേരിയൻസിന്റെ ഇക്വേഷൻ വരുന്നത് SP മൈനസ് AP ഇൻറ്റു AQ ആണ്. യൂസേജ് വേരിയൻസിന്റെ ഇക്വേഷൻ വരുന്നത് SQ മൈനസ് AQ ഇൻറ്റു SP ആണ്. ഓക്കെ, ഇക്വേഷൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആൻ ഓർഗനൈസേഷൻ ഹാസ് ബഡ്ജറ്റഡ് മെറ്റീരിയൽ കോസ്റ്റ്. അവരുടെ ബഡ്ജറ്റ് ചെയ്ത മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ്? 3,60,000 ആണ്. ഒരു പീരീഡിലേക്ക് ആദ്യം ഇനീഷ്യലി ബഡ്ജറ്റ് ചെയ്ത മെറ്റീരിയൽ കോസ്റ്റ് $3,60,000 ആണ്. ദാറ്റ് ഈസ് ഫോർ 80,000 യൂണിറ്റ്സ്. ഓക്കെ, 80,000 യൂണിറ്റ്സിലേക്കാണ് ഇനീഷ്യലി ബഡ്ജറ്റ് ചെയ്തത്. അപ്പൊ ആ 80,000-നെയാണ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ് DU എന്ന് പറയുന്നത്. നമ്മൾ ഇനീഷ്യലി ബഡ്ജറ്റ് ചെയ്തത് 80,000 യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഓരോ യൂണിറ്റിനും ഈച്ച് യൂണിറ്റ് ഈസ് ബഡ്ജറ്റഡ് ടു യൂസ് 3 കിലോഗ്രാം. ബഡ്ജറ്റ് പ്രകാരം ഓരോ യൂണിറ്റും 3 കിലോഗ്രാം മെറ്റീരിയൽ യൂസ് ചെയ്യും. അതിനെയാണ് SQ പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ SQ പെർ യൂണിറ്റ് ഇല്ലേ, നമ്മുടെ സ്പിഡ്ജറ്റിന്റെ കേസിലൊക്കെ SQ പെർ യൂണിറ്റ് ഉണ്ടായിരുന്നു. ഓരോ യൂണിറ്റും ബഡ്ജറ്റ് ചെയ്യുന്നതിന് ഒരു യൂണിറ്റിലേക്ക് ബഡ്ജറ്റ് പ്രകാരം 3 കിലോഗ്രാം മെറ്റീരിയൽ വേണം. ഓക്കെ, ഇനി അടുത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എത്രയാണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇസ് സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള മെറ്റീരിയലിന്റെ കോസ്റ്റ്. സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള മെറ്റീരിയലിന്റെ കോസ്റ്റ് 1 കിലോഗ്രാമിന് 1.5 ആണ്. സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള പ്രൈസ് ആണ്, സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള മെറ്റീരിയലിന്റെ പ്രൈസ് ആണത് $1.5 പെർ കിലോഗ്രാം. 1 കിലോഗ്രാമിന് $1.5 എന്നുള്ളത് സ്റ്റാൻഡേർഡ് പ്രൈസ്. SP ആണ് അത്. ഓക്കെ, അപ്പൊ SQ പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. നമ്മുടെ ബഡ്ജറ്റഡ് യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. ഇനി SP സ്റ്റാൻഡേർഡ് പ്രൈസും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി പറയുന്നതൊക്കെ ആക്ച്വൽ ആണ്. ഇനി പറയുന്നതൊക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ്, ആക്ച്വൽ ഡീറ്റെയിൽസ് ആണ്.
ആക്ച്വൽ മെറ്റീരിയൽസിന് എത്രയാണ് വന്നത് ആ ഒരു പീരീഡിൽ, ആ ഒരു മാസത്തിൽ ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ് വന്നത് 3,64,095 ആണ്. 3,64,095 ആണ് ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ് ആണത്. ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ് ആണത്. ഇനി എത്ര യൂണിറ്റ്സിലേക്കാ? ആക്ച്വലി നമ്മൾ 81,000 യൂണിറ്റ്സ് ആണ് ഉണ്ടാക്കിയത്. ആക്ച്വലി നമ്മൾ 81,000 യൂണിറ്റ്സ് ആണ് ഉണ്ടാക്കിയത്. മുകളിൽ ഒരു 80,000 യൂണിറ്റ്സ് ഉണ്ട്. അതെന്താ? ബഡ്ജറ്റഡ് യൂണിറ്റ്സ്. ഈ 81,000 യൂണിറ്റ്സ് ഉണ്ടോ? ആക്ച്വൽ യൂണിറ്റ്സ്. ദാറ്റ് ഈസ് ആക്ച്വൽ യൂണിറ്റ്സ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? പ്രൈസ് വേരിയൻസും യൂസേജ് വേരിയൻസും. പ്രൈസ് വേരിയൻസിന് SP വേണം. SP നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ്? സ്റ്റാൻഡേർഡ് പ്രകാരം 1 കിലോഗ്രാമിന്റെ 1.5 ആണ്. സ്റ്റാൻഡേർഡ് പ്രകാരം 1 കിലോഗ്രാമിന്റെ പ്രൈസ് SP 1.5 ആണ്. ഇനി AP യിലേക്ക് വരുന്ന സമയത്ത് ആക്ച്വൽ പ്രൈസ് പെർ കിലോഗ്രാം ഈ ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി തന്നിട്ടില്ല. ആക്ച്വൽ പ്രൈസ് പെർ കിലോഗ്രാം ഈ ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി തന്നിട്ടില്ല. പകരം അവിടെ AU കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. ആക്ച്വൽ യൂണിറ്റ്സ് 81,000 ആണ്. ആൻഡ് ആക്ച്വലി നമ്മൾ എത്ര കിലോഗ്രാം ആണ് വാങ്ങിച്ചത് എന്നുള്ളത്. ആൻഡ് 234,900 2,34,900 കിലോഗ്രാം വർ പർച്ചേസ് ആൻഡ് യൂസ്. അത്രയും കിലോഗ്രാം നമ്മൾ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ക്വാണ്ടിറ്റി ആണ്. അത് AQ എന്ന് പറയാം. ആക്ച്വൽ ക്വാണ്ടിറ്റി. ആക്ച്വലി നമ്മൾ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്ത് 234,900 കിലോഗ്രാം ആണ്. ഓക്കെ, ഇവിടെ AP തന്നിട്ടില്ല നമുക്ക്. അതായത് ആക്ച്വലി 1 കിലോഗ്രാമിന് സ്റ്റാൻഡേർഡ് പ്രകാരം 1 കിലോഗ്രാമിന് 1.5 ആണെന്ന് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് പ്രകാരം 1 കിലോഗ്രാമിന് 1.5 ആണെന്ന് തന്നിട്ടുണ്ട്. ആക്ച്വലി 1 കിലോഗ്രാമിന് എത്രയാണ് നമ്മൾ പേ ചെയ്ത് തരുന്ന ആക്ച്വൽ പ്രൈസ് ഉണ്ടല്ലോ, AP, അത് തന്നിട്ടില്ല. അപ്പൊ ആ AP കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ. AP ആക്ച്വൽ പ്രൈസ് പെർ കിലോഗ്രാം തന്നിട്ടില്ല എന്നുള്ളൂ. ആക്ച്വലി മെറ്റീരിയൽസ് വാങ്ങിച്ച സമയത്ത് ടോട്ടലി എത്രയാണ് ആയത്? ടോട്ടലി ആയിട്ടുള്ളത് 3,64,095 ആണ്. ആക്ച്വലി ടോട്ടൽ ആയിട്ടുള്ളത് എത്രയാ? $3,64,095 ആണ്. അത് എത്ര കിലോഗ്രാം വാങ്ങിച്ചിട്ടാ? ആക്ച്വൽ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് 234,900 ആണെന്ന് തന്നിട്ടുണ്ട്. ആക്ച്വലി ഇത്ര ഡോളർ ആണ് ആയത് മെറ്റീരിയൽ കോസ്റ്റ്. എത്ര കിലോഗ്രാമിന്? ഇത്രയും ആക്ച്വൽ ക്വാണ്ടിറ്റിക്ക്. അപ്പൊ നമ്മുടെ ആക്ച്വൽ പ്രൈസ് പെർ കിലോഗ്രാം എത്രയാ? ആക്ച്വൽ പ്രൈസ് പെർ കിലോഗ്രാം വരുന്നത് എത്രയാണ് വരിക? 364,095 ആണ് ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ്. ആക്ച്വലി എത്ര ക്വാണ്ടിറ്റി ആണ്? 234,900. ആക്ച്വലി എനിക്ക് 1 കിലോഗ്രാമിന് വന്നത് എത്രയാ? ആക്ച്വലി എനിക്ക് 1 കിലോഗ്രാമിന് വന്നത് $1.55 പെർ കിലോഗ്രാം ആണ്. ആക്ച്വലി എനിക്ക് വന്ന പ്രൈസ് എത്രയാ? ആക്ച്വൽ പ്രൈസസ് 1.55 പെർ കിലോഗ്രാം. ആക്ച്വൽ പ്രൈസസ് 1.55 പെർ കിലോഗ്രാം. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൈസ് ഓൾറെഡി തന്നിട്ടുണ്ട് 1.5 ആണെന്ന്. ആക്ച്വൽ പ്രൈസ് നമ്മളെ ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി തരാതെ നമ്മൾ തന്ന ഡാറ്റ സെറ്റ്സ് കണ്ടുപിടിച്ചു. എത്രയാണ്? 1.55 ആണ്. സ്റ്റാൻഡേർഡ് പ്രകാരം 1.5 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൈസ്. ആക്ച്വലി 1.55 കൊടുത്തു. ഇപ്പൊ പ്രൈസ് ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായി. SP ആൻഡ് AP തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ഈ ബ്രാക്കറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണോ, പ്രൈസ് വേരിയൻസ് അഡ്വേഴ്സ് ആണോ ഉണ്ടായത് ഫേവറബിൾ ആണോ ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എത്രയാ? 1.5ഉം 1.55 തമ്മിൽ 0.05ന്റെ കൂടുതലാണ് കൊടുത്തിട്ടുള്ളത്. അഡ്വേഴ്സ് വേരിയൻസ് ആണ് ഇവിടെ പ്രൈസ് വേരിയൻസ് വരുന്നത്. ഇൻറ്റു AQ ആക്ച്വൽ ക്വാണ്ടിറ്റി. ആക്ച്വൽ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഈസ് 234,900. ഓക്കെ, അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രൈസ് വേരിയൻസ് വിൽ ബി 1.5 minus 1.55 multiplied by 234,900. that is 11,745 അഡ്വേഴ്സ്. നെഗറ്റീവ് ആണല്ലോ വന്നത്, അഡ്വേഴ്സ് ആണ്. നമുക്കറിയാം അഡ്വേഴ്സ് ആണെന്ന്. പ്രൈസ് കൂടുതലാണ് കൊടുത്തത്, AP ചെയ്തത്. അപ്പോൾ ഇതാണ് മെറ്റീരിയലിന്റെ പ്രൈസ് വേരിയൻസ് ചെയ്യുക. ഇവിടെയുള്ള മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഇവിടെ എത്രയാണ്? ഇനി അടുത്ത് നമ്മുടെ യൂസേജ് വേരിയൻസ് പഠിക്കും. യൂസേജ് വേരിയൻസിന്റെ ഇക്വേഷൻ വരുന്നത് SQ മൈനസ് AQ ഇൻറ്റു SP ആണ്. അതിൽ SQ എന്താണ്? SQ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. SQ എന്ന് പറയുന്നത് വെറും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അല്ല, അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ട് തന്നെ പഠിച്ചോ. SQ എന്ന് പറയുന്നത് എന്താണ്? SQ is സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ. ആക്ച്വൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര ക്വാണ്ടിറ്റി. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ആക്ച്വൽ പ്രൊഡക്ഷൻ എത്രയാ? ബഡ്ജറ്റ് ചെയ്ത പ്രൊഡക്ഷൻ എത്രയായിരുന്നു? ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ 80,000 ആണ്. ആക്ച്വൽ പ്രൊഡക്ഷൻ എത്രയാ? 81,000 ആണ്. 81,000 യൂണിറ്റ്സ് ആണ് നമ്മുടെ ആക്ച്വൽ പ്രൊഡക്ഷൻ.
ആ ആക്ച്വൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര ക്വാണ്ടിറ്റി, ദാറ്റ് ഇസ് SQ. ആക്ച്വൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര ക്വാണ്ടിറ്റി. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വൽ പ്രൊഡക്ഷൻ അറിയാം. ആക്ച്വൽ പ്രൊഡക്ഷൻ ഇസ് 81,000 യൂണിറ്റ്സ്. അതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര ക്വാണ്ടിറ്റി, അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, ആ ഒരു രണ്ടാമത്തെ സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഈച്ച് യൂണിറ്റ്, ഓരോ യൂണിറ്റും ഇസ് ബഡ്ജറ്റഡ് ടു യൂസ്, ഈച്ച് യൂണിറ്റ് ഇസ് ബഡ്ജറ്റഡ് ടു യൂസ് 3 കിലോഗ്രാം SQ പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു യൂണിറ്റിന് 3 കിലോഗ്രാം ആണ്. സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു യൂണിറ്റിന് 3 കിലോഗ്രാം ആണ്. അത് തന്നെയല്ലേ വേണ്ടത്. സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു യൂണിറ്റിന് 3 കിലോഗ്രാം. ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ, ആക്ച്വൽ പ്രൊഡക്ഷൻ എത്ര, 81,000 യൂണിറ്റ്സ്. അപ്പൊ എത്രയായിരിക്കും ആക്ച്വൽ പ്രൊഡക്ഷൻ? 81,000 യൂണിറ്റ്സ്. അതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര ക്വാണ്ടിറ്റി ഇൻറ്റു 3 എത്ര വരും? 243,000 വരും. 243,000 വരും. 243,000 കിലോഗ്രാം. ഇതാണ് നമ്മുടെ SQ, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഒരു യൂണിറ്റിന് 3 കിലോഗ്രാം ആണ്. SQ പെർ യൂണിറ്റ് ഇൻറ്റു AU. ഇവിടെ നമ്മൾ ചെയ്ത് എന്താണെന്നറിയോ, SQ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് SQ പെർ യൂണിറ്റ്, സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു യൂണിറ്റിന് എത്ര, SQ പെർ യൂണിറ്റ്, SQ പെർ യൂണിറ്റ് ഇൻറ്റു AU, SQ പെർ യൂണിറ്റ് ഇൻറ്റു AU ആക്ച്വൽ യൂണിറ്റ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് SQ പെർ യൂണിറ്റ് ഇൻറ്റു AU ചെയ്താൽ മതി. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇവിടെ ആക്ച്വൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര ക്വാണ്ടിറ്റി എന്നുള്ളത് നമുക്ക് കിട്ടി. SQ കിട്ടി. SQ ഈസ് 243,000 കിലോഗ്രാം. ദാറ്റ് ഈസ് SQ, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ. ഇനി ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആക്ച്വലി എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്തത്? ആക്ച്വലി ആ 81,000 യൂണിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്തത് എത്രയാണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി 234,900 കിലോഗ്രാം ആണ്. ഇതാണ് അവിടുത്തെ യൂസേജിലെ ഡിഫറൻസ്. സ്റ്റാൻഡേർഡ് പ്രകാരം 243,000 കിലോഗ്രാം യൂസ് ചെയ്യണം. ആക്ച്വലി നമ്മൾ 234,900 യൂസ് ചെയ്തിട്ടുള്ളൂ. അത് ഇൻറ്റു അത്രയും വേരിയൻസ് ആണ്. അപ്പോൾ യൂസേജ് വേരിയൻസ് എന്താണ്, അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണോ ഇപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്, സ്റ്റാൻഡേർഡിനേക്കാൾ കുറവാണ് ആക്ച്വലി യൂസ് ചെയ്തത്, ഫേവറബിൾ വേരിയൻസ് ആണ്. അതിന് ടോട്ടൽ ഡോളർ വേരിയൻസ് ആക്കാൻ വേണ്ടി SP വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. SP നമുക്ക് ഡയറക്ട്ലി തന്നിട്ടുള്ള 1.5 ആണെന്ന് 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? യൂസേജ് വേരിയൻസ് കിട്ടും. യൂസേജ് വേരിയൻസസ് 243,000 മൈനസ് 234,900 ഇൻറ്റു SP, ദാറ്റ് ഇസ് 1.5. എത്ര വരുന്നത്? 12,150 ഫേവറബിൾ ആണ് വരുന്നത്. ഫേവറബിൾ യൂസേജിൽ ഒരു ഫേവറബിൾ വേരിയൻസും പ്രൈസിൽ ഒരു അഡ്വേഴ്സ് വേരിയൻസും. ടോട്ടൽ മെറ്റീരിയൽ വേരിയൻസ് എത്രയാ? ടോട്ടൽ മെറ്റീരിയൽ വേരിയൻസ് ഇസ് ഈക്വൽ ടു 12,150 ഫേവറബിൾ മൈനസ് മറ്റേത് അഡ്വേഴ്സ് ആണ്. എത്രയാ? 11,745 അഡ്വേഴ്സ്. 405 ഫേവറബിൾ ആണ് വരുന്നത്. നെറ്റ് എഫക്ട് വരുമ്പോൾ ഫേവറബിൾ ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ മെറ്റീരിയലിന്റെ പ്രൈസ് വേരിയൻസും മെറ്റീരിയലിന്റെ യൂസേജ് വേരിയൻസും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മെറ്റീരിയൽ വേരിയൻസ് നമുക്ക് പക്ക റീസൺസ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ടേബിൾ ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഫിക്സ്ഡ് ബഡ്ജറ്റിലെ മെറ്റീരിയൽ കോസ്റ്റിന്റെ സ്പ്ലിറ്റപ്പും ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റിലുള്ള നമുക്ക് അറിയുന്ന സ്പ്ലിറ്റപ്പും അവിടെ ഫ്ലെക്സ്ഡ് ബഡ്ജറ്റ് മെറ്റീരിയൽ കോസ്റ്റിൽ നിന്ന് ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റിലേക്ക് ആ ഡിഫറൻസ് എന്തുകൊണ്ട് വന്നു, എന്ത് ചേഞ്ച് ചെയ്തുകൊണ്ട് വന്നു എന്നുള്ളത് പ്രോപ്പറായിട്ട് അതിന്റെ ആ ഒരു സ്പ്ലിറ്റപ്പ് വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വീഡിയോ റീവാച്ച് ചെയ്തിട്ട് സെറ്റ് ആക്കുക. ഇത് നമുക്ക് ഇത്ര ഡീപ്പായിട്ടൊന്നും അല്ലെങ്കിൽ മെറ്റീരിയൽ വേരിയൻസ് നമുക്ക് അങ്ങനെ PM ലെവലിൽ ടെസ്റ്റ് ചെയ്യുന്നില്ല. ബട്ട് ഇത് പ്രോപ്പറായിട്ട് മനസ്സിലായാൽ മാത്രമേ നമ്മൾ ടീമിൽ പഠിക്കുന്ന അഡ്വാൻസ് വേരിയൻസ് മനസ്സിലാവും. ഓക്കെ, അപ്പൊ പ്രൈസ് വേരിയൻസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. ഇക്വേഷൻസ് ഓർത്താൽ മതി. ആ ഇക്വേഷൻസിലുള്ള ഓരോ ആൾക്കാരല്ലേ SP എന്താ, AP എന്താ, AQ എന്താ, SQ എന്താ എന്നൊക്കെ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഈ ക്വസ്റ്റ്യൻ നമ്പർ 2 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3 വേറെ ചെറിയ കാര്യമുണ്ട്. അത് നിങ്ങൾ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം, അതൊക്കെ MA ലെവലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 ഓക്കെയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് റിവേഴ്സ് ആണ്. നിങ്ങൾക്ക് വേരിയൻസ് എന്നിട്ട് റിവേഴ്സ് ആയിട്ട് ഒരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 4 നിങ്ങൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യണം എന്നില്ല. ബിക്കോസ് അത് MA ലുള്ള ക്വസ്റ്റ്യൻ ഞാൻ അതുപോലെ ഇട്ടതാണ്. അത് നിങ്ങൾക്ക് വേണമെന്നില്ല. അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ഇവിടെ പഠിക്കണമെന്നില്ല. ജസ്റ്റ് ബേസിക് വേരിയൻസിന്റെ ആ ഒരു കാൽക്കുലേഷൻ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമ്പർ 2 ഉം 3 നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം ഒന്ന് പ്രാക്ടീസ് ചെയ്തു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു റെക്കോർഡിങ്സിൽ ഇൻ ബിറ്റ്വീൻ ചെറിയ രീതിയിൽ എന്താണ്
ഞാനൊന്ന് പോസ് ചെയ്തത് ഇയാള് കാരണമാണ്. ബിറ്റ്വീൻ ഇയാളെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തു. ഞാൻ ഡോറ് ക്ലോസ് ചെയ്തായിരുന്നു. എന്നാലും വന്നിട്ട് ഇടക്ക് വന്നിട്ട് എന്നെ എന്ത് ചെയ്യും, ഇങ്ങനെ റൂമിൽ വന്ന് ശല്യം ചെയ്യും. അതാണ് കേട്ടോ, ഇത് വേറെ ഒന്നുമില്ല. അപ്പൊ നല്ല രീതിയിൽ പഠിക്കും. മെറ്റീരിയലിന്റെ വേരിയൻസ് പറയാൻ മാത്രമാണ് ഇത്ര സമയം. ഇനി ലേബറിന്റെ വേരിയൻസ് ഒക്കെ, ഒരു വേരിയൻസ് മെറ്റീരിയൽ വേരിയൻസ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ലേബർ വേരിയൻസ് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ഇക്വേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മെറ്റീരിയൽ വേരിയൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് ലേബർ വേരിയൻസ് വരും വീഡിയോസിൽ നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ബൈ ബൈ. നല്ല രീതിയിൽ പഠിക്കാം. നമുക്ക് അടുത്ത വേരിയൻസ് നമുക്ക് സൂപ്പറായിട്ട് പഠിക്കാം. ഓക്കെ.